ശിശിര, ഈ റിപ്പോർട്ടിൽ അപർണ കാർത്തിക പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് നമുക്ക് ആ തിരുവോണമാണ് നമ്മുടെ പ്രധാനം. പക്ഷെ ആ തലേ ദിവസമാണ് അതിന്റെ ഒരു ഓട്ടപ്പാച്ചിൽ എപ്പോഴും. നമ്മൾ ഈ കല്യാണ ദിവസമൊക്കെ അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസമാണ് ഒരു ആവേശം കൂടുതൽ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്രാടത്തിന്റെ ദിവസമായിരിക്കും. ഉത്രാടപ്പാച്ചിൽ കാണാൻ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരും ഉണ്ട്. അതെ, ആ തിരക്ക് കാണാനല്ല. അങ്ങനെ പോകുന്ന ആളാണോ? അതെ. അപ്പോൾ നമ്മൾ ഈ ഇതിലിപ്പോൾ പറയുന്നുണ്ട് ഒരു ആഘോഷം പഴയ പോലത്തെ ഒരു ആഘോഷം ഇല്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ ശരിക്കും അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല. ഓരോ കാലത്തും ഓരോ രീതിയിലാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇന്ന് നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ആളുകളും ആഘോഷിക്കുന്നുണ്ട്. അത് പല രീതിയിലായിരുന്നു. അന്ന് പറഞ്ഞ ഈ പൂവിടുന്ന കാര്യമൊക്കെ പറഞ്ഞത്, അത് നമുക്ക് അന്ന് ചെണ്ടുമല്ലിയൊന്നും ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്, അതൊന്നും ഉണ്ടായില്ല. നമ്മൾ നാടൻ പൂവുകളല്ലേ പോയി പറിക്കുന്നത്. പക്ഷെ ഇന്ന് കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ വേണ്ടി ഇല വരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? നാട്ടിലൊക്കെ എങ്ങനെയാ പൊതുവെ? നാട്ടില് ഈ പൂ പറിച്ച് പൂക്കളിട്ടായിട്ടുള്ള ഓർമ്മയുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള ഓർമ്മയാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കാലം മാറിയപ്പോ പൂക്കളൊക്കെ ഇടാതായി എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പൊ നമുക്ക് ഈ ഓണവിശേഷങ്ങൾ അല്ലെങ്കിൽ ഉത്രാട വിശേഷങ്ങളൊക്കെ പറയാൻ നമ്മുടെ റിപ്പോർട്ടേഴ്സ് തയ്യാറായിട്ടുണ്ട്. എവിടെയൊക്കെയാണെന്നൊക്കെ നോക്കാം. എന്തായാലും തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഓണക്കോടിയും സാധനങ്ങളും പൂക്കളും ഒക്കെ വാങ്ങാൻ ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഒരു ദിവസം മാത്രമാണ്, ഇന്നൊരു ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. ഇന്ന് നാടും നഗരവും ഒക്കെ തിരക്കിലേക്ക് അമരുന്നൊരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയലൂരും ഒപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് അല്ലമീനും ചേരും. നമുക്ക് ആദ്യം സുനിഷയിലേക്ക് തന്നെ പോകാം. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്, ഒപ്പം ഉത്രാട ദിന ആശംസകളും. വെരി ഗുഡ് മോർണിംഗ്. നല്ല സുന്ദരിയായി ഒരുങ്ങി വന്നിട്ടുണ്ട് സുനിഷ. എന്തായാലും സുനിഷ പതിവ് പോലെ തന്നെ ഇങ്ങനെ അത്തത്തിൻ്റെ അന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വരാറുണ്ട്. ഇന്നും പതിവ് പോലെ തന്നെ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. പുറകിൽ നല്ല പൂക്കളൊക്കെ കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു തിരക്കിലേക്ക് ആയി തുടങ്ങിയോ? കാരണം രാവിലെ ആയിട്ടുള്ളൂ, എല്ലാവരും എഴുന്നേറ്റൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു തിരക്കിലേക്കൊക്കെ കിടക്കാനുള്ള സമയമായി തുടങ്ങിയോ? ശ്രുതി ഈ പറഞ്ഞതുപോലെ ഉത്രാടപ്പാച്ചിൽ പ്രധാനമായും തിരുവോണ ദിനത്തേക്കാൾ ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഉത്രാട ദിനമാണ് എന്നതാണ്. കാരണം ഉത്രാടപ്പാച്ചിലാണ്, തിരക്കാണ്, തിരക്കേറുന്ന ഒരു സമയത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും 7 മണി പോലും ആയിട്ടില്ല. എങ്കിലും അത്ര കണ്ട് തിരക്കിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും തിരക്കിലേക്ക് കടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായും ഈ പൂവൊക്കെ വാങ്ങാൻ നമ്മളിപ്പോൾ ഉള്ളത് പൂക്കടയിലാണ്. നിലവിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ 1-2 പേരുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഉത്രാടം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും രാവിലെ മുതൽ ഈ തിരക്ക്, ഈ അത്തം മുതൽ സാധനങ്ങൾ വാങ്ങാൻ ഓരോരുത്തർ എത്തുമെങ്കിലും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ഉത്രാടത്തിലാണ് എന്ന് വേണം പറയാൻ. കാരണം ഈ ഉത്രാട ദിനത്തിലാണ് എല്ലാവരും ഈ തിരുവോണ ദിനത്തിൽ വെക്കേണ്ട സദ്യ, അതിൻ്റെ കൂട്ട് വാങ്ങേണ്ടത്, സദ്യക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നത്, ഒപ്പം പുതിയ വസ്ത്രം വാങ്ങിക്കാൻ, ഈ പൂക്കൾ വാങ്ങിക്കാനൊക്കെ പ്രധാനമായും എത്തുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്ക് പ്രധാനമായും കാണാനും കഴിയും. പക്ഷേ തിരുവനന്തപുരത്ത് ഏകദേശം ചാല ഭാഗങ്ങളിലൊക്കെയാണ്, ചാല മാർക്കറ്റിലൊക്കെയാണ് വമ്പിച്ച തിരക്ക് ഉണ്ടാകാറ്. രാവിലെ ആയതുകൊണ്ട് അല്പം തിരക്കിനുള്ള കുറവൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 10 മണിയൊക്കെ ആയി ഉണർന്നു കഴിഞ്ഞാൽ, ഒരു നാടൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു ഉത്രാട പാച്ചിലിൻ്റെ തിരക്കിലാണ്. ഏതായാലും ഞങ്ങളും അങ്ങനെ ഒരു പാച്ചിലേക്ക്, ഈ ചാല മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നത്. കാരണം ഇവിടേക്കും തിരക്ക് പിടിച്ച ആളുകളൊക്കെ വരുന്നത് കണ്ടിട്ടാണ്. ആകെ മൊത്തത്തിൽ ആളുകളൊക്കെ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ്. ഈ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടുള്ളത് സദ്യ. തിരുവനന്തപുരക്കാരെ സംബന്ധിച്ചിടത്തോളം സദ്യ ഒരു ഗംഭീര സദ്യയാണ്. അതുകൊണ്ട് ഈ സദ്യക്ക് വേണ്ട എല്ലാ ഇട്ടാവട്ടങ്ങളും വാങ്ങിക്കാനായി ഇവരെല്ലാം ഇവിടെ എത്തും. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാകാൻ പോകുന്നത്. റീനു നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് വേണ്ട പൂക്കളൊക്കെ ഇവിടുന്നാണ് വാങ്ങി പോകുന്നത്. തീർച്ചയായിട്ടും അതാ ശ്രുതി ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്കും ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. കാരണം ഇന്നാണ് നമ്മളും ഓണാഘോഷം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സദ്യക്കുള്ള ഒരുക്കങ്ങൾ, ഈ പൂക്കൾ ഒരുക്കാനുള്ള പൂക്കൾ, ഇതൊക്കെ വാങ്ങാൻ വേണ്ടി രാവിലെ തൊട്ട് ഞങ്ങളും ഈ പാച്ചിലായിരുന്നു. അതുകൊണ്ട് ഉത്രാടപ്പാച്ചിൽ കൃത്യമായി ഞങ്ങളും അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോരുത്തരും, ഒരു മലയാളികളെല്ലാം ആ ഉത്രാടപ്പാച്ചിലേക്ക്, ഒരുപക്ഷെ ഇന്ന് രാത്രിയൊക്കെ പല കടകളിലും ഇന്നലെ രാത്രിയൊക്കെ നല്ല രാത്രി വരെ ഇന്നലെ ഈ കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ വൈകുന്നേരം ഏറെ വൈകിയും ഇതേ രീതിയിൽ തന്നെ വിപണി പിടിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം,
ഈ ചാലാക്കമ്പോളകൾ പോലെയല്ല മറ്റ് ഈ പ്രാദേശിക വിപണികൾ കൂടി സജീവമായിട്ടുണ്ട്. അതായത് പലയിടത്തും അവരുടേതായ സ്വന്തം കൃഷിയിലൂടെ പച്ചക്കറി ഉണ്ടാക്കുകയും ഒപ്പം പൂക്കൃഷി നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് അതുകൂടി അവർ തന്നെ ഈ പച്ചക്കറി വിളവെടുത്തും പൂ വിളവെടുത്തും ഒക്കെ പല വഴിയോരങ്ങളിലും ഇങ്ങനെ കച്ചവടം നടത്തുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ഒക്കെ കിടക്കുകയാണ്. ഇന്ന് ആഘോഷം അടിപൊളിയാക്കൂ സുനിഷ തിരുവനന്തപുരത്ത്.